യുക്രൈനിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനിന് നൽകുന്ന സൈനിക പിന്തുണ കുറയ്ക്കാൻ തയ്യാറെന്നും ട്രംപ് പറഞ്ഞു. വൊളോഡിമർ സെലൻസ്കി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിവരുമായി പാരീസിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. നോട്ടർഡാം കത്തീഡ്രലിന്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ട്രംപും ഇമ്മാനുവൽ മാക്രോണും വൊളോഡിമർ സെലൻസ്കിയും ചർച്ചകൾ നടത്തിയിരുന്നു. തുടർന്ന് യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയായിരുന്നു. ദീർഘകാലം യുദ്ധം തുടരുന്നത് രണ്ട് രാജ്യങ്ങളിലും വൻതോതിൽ രക്തച്ചൊരിച്ചിലും ആൾനാശവും ഉണ്ടാക്കുന്നു. യുദ്ധം ഇനിയും നീണ്ടുപോകാനാവില്ല. ഉടൻ തന്നെ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. നേരത്തെ അമേരിക്ക നൽകിയ മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകി. മാത്രമല്ല, വൻതോതിൽ കുഴിബോംബുകൾ നൽകാനും ബൈഡൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ യുക്രൈൻ ആയുധങ്ങൾ നൽകുന്നത് കുറയ്ക്കുമെന്ന നിലപാടാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ബൈഡൻ ഭരണകൂടം യുക്രൈനു നൽകുന്ന പിന്തുണ തുടരില്ലെന്ന സൂചന തന്നെയാണ് തെളിഞ്ഞുവരുന്നത്. നേരത്തെ പ്രസിഡന്റായിരുന്ന കാലത്ത് ട്രംപ് റഷ്യയുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.